ഭയങ്കരന്മാരെ, ഭയങ്കരികളേ. പിങ്കി വന്നു. പിങ്കി ഭയങ്കരന്മാരെന്ന് കേട്ടാ ദേ ചോളം. പിങ്കി പൂച്ച വന്ന് ചോളം അലക്കി കൊണ്ടുപോയി. അച്ഛൻ്റെ ചോളം അലക്കി കൊണ്ടുപോയി. അച്ഛൻ്റെ വീഡിയോ എടുക്കാനുള്ള ചോളം ഒരു ചോളമുള്ളോ. ചെറുനാരങ്ങ വീണ പിങ്കിയെ? ചെറുനാരങ്ങ വീണ? ചെറുനാരങ്ങ ഈ ചമ്മന്തി നാള് കൊള്ളി പുഴുങ്ങിയപ്പോൾ ഉണ്ടായിട്ടാ ഫ്രിഡ്ജിൽ വെച്ചതാ. കുറച്ച് ഉപ്പ് വേണേ വരട്ടിയ. മധുരക്കിഴങ്ങാട്ടാ, സ്വീറ്റ് പൊട്ടാറ്റോ. ഉരുളക്കിഴങ്ങ? ഉരുളക്കിഴങ്ങല്ല, ഇത് മധുരക്കിഴങ്ങ. സ്വീറ്റ് പൊട്ടാറ്റോ നല്ലതെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ താറാമുട്ട ഓംപ്ലേറ്റ്. താറാമുട്ട ആദ്യം കടയിൽ വയ്ക്കാറുണ്ട്, പിന്നെ ആരും വാങ്ങാണ്ടായപ്പോൾ ഞാൻ തന്നെ കഴിച്ച് നിർത്തി. അപ്പോൾ ആൾക്കാർ ചോദിച്ചപ്പോൾ 2 ട്രേ പോയി മേടിച്ചാ. 2 ട്രേ കൊണ്ടുപോയി. അയാൾ മുട്ട എടുത്ത് വെച്ചു, ഞാൻ എടുക്കാൻ മറന്നു പോയി. പിന്നെ ഇപ്പോൾ നമ്മുടെ ആക്റ്റീവ് പോകണം മാർക്കറ്റിലേക്ക്. അത് കാരണം മുട്ടയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അയാൾ ഇന്ന് പോയപ്പോൾ ഒരു മുട്ടയ്ക്ക് 15 രൂപയായിരുന്നു. അമ്പോ, വലിയ മുട്ട കേട്ടോ താറാമുട്ട. താറാമുട്ട നാടൻ മുട്ടയാ. എങ്കിൽ ഉപ്പ് വരട്ടിക്കോ. ഡ്രസ്സിൽ ചൂടുണ്ടോ? പിന്നെ കടല കാലത്ത് ദോശത്തെ കടല. പിന്നെ നമ്മുടെ ചോളം. ചോളം നന്നായി വേവിക്കണം കുക്കറിലിട്ട്. ഒരു വട്ടം എടുത്തിട്ട് വെന്തില്ലെങ്കിൽ വീണ്ടും വേവിക്കണം. പിങ്കി ഉടുപ്പിലേക്ക് പിടിച്ചിട്ട ചൂടുണ്ട്. ഇന്ന് മരം മുറിക്കാൻ പോയപ്പോഴേ അവിടുത്തെ പറമ്പിൽ നിന്ന് ഇളക്കിയതാ ഈ മുളകിട്ടാ. എൻ്റെ അമ്മോ, അയാളാ മധുരക്കിഴങ്ങിൻ്റെ ഗുണം ഇപ്പം മനസ്സിലാകും. ഭയങ്കര കേട്ടോ. പിന്നെ നമ്മുടെ പഴയ ആൾക്കാർക്ക് അറിയാം ചക്കക്കുരു വറുത്തത് ചുട്ടത്. നമ്മളെ അച്ഛൻ തരാം. മലയാളികളുടെ സംഭാവനയാണ്. പറക്കണ ബോംബാണ്. അമ്മോ ഉണ്ട്. ചക്കക്കുരു ലോകത്തിന് സംഭാവന ചെയ്തതാണ്. ഒരു നൊസ്റ്റാൾജിയക്ക് ചുട്ടതാ. പ്രത്യേക ടേസ്റ്റാട്ടാ. അധികം കഴിച്ചാൽ ബോംബല്ലാണ്ട് ബോംബാവും. താറാമുട്ട ചൂടോടൊക്കെ ഭയങ്കര. താറാമുട്ട ചൂടോടൊക്കെ കഴിക്കണണ്ടാ. തണുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത് ചായയില്ല കേട്ടാ. ഇത് ഷെയ്ക്ക്. പൂവമ്പഴം കുറേ ബാക്കി വന്നു. കുറേ ഒന്നും വന്നില്ല, കുറച്ച് ബാക്കി വന്നു. നമ്മുടെ കടയിൽ ഷെയ്ക്ക് അടിക്കാൻ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ടയാക്കി വയ്ക്കും ഫ്രീസറിൽ. അപ്പോൾ ഞങ്ങൾ പഴം ബാക്കി വരുമ്പോൾ ഒക്കെ ഷെയ്ക്ക് അടിക്കും. റോബസ്റ്റ് പഴവും പൂവമ്പഴവും ചെറുപഴവും ഷെയ്ക്കടി ഇല്ല കടല ടേസ്റ്റായിട്ടാ. പിന്നെ സംഭവം അധികം നാരങ്ങ പിഴിയണ്ട. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി.